ടെക്സ്റ്റ് ബുക്ക് പേജ് 42 ലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യ ചോദ്യം നോക്കുക. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദി ബോട്ടം ഓഫ് ദി ട്രയാങ്കിൾസ് ഇൻ ദി പിക്ചർ ആസ് ദി ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദി ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ. അതായത് സപ്പോസ് നമ്മൾ ഇതിൽ 3 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്, 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു 3 ഓരോരോ കോണുകളും തന്നിട്ടുണ്ട്. അതിലെ ബേസ് നമ്മൾ ഡയമീറ്ററായിട്ട്, അത് വ്യാസമായിട്ട്, അതിൽ പൊതുവായി വരുന്ന ആ വശം ഉണ്ടല്ലോ, അത് നമ്മൾ വ്യാസമായിട്ടൊരു വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൃത്തത്തിനകത്താണോ പുറത്താണോ അതോ വൃത്തത്തിലാണോ ആ കോണുകൾ എവിടെ, ആ 3 കാണിച്ചിരിക്കുന്ന 3 കോണുകൾ എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം നോക്കുക. ഇതിൽ നമ്മളിങ്ങനെ വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമുക്കിതിന് ഒരു AB എന്ന് പേരിട്ട് കൊടുക്കാം, AB എന്ന് നെയിം ചെയ്യാം. ഈ ഒരു വ്യാസത്തിന് അല്ലെങ്കിൽ ഡയമീറ്ററിന് AB എന്ന് നെയിം ചെയ്യാം. നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? അർദ്ധവൃത്തത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുള്ള ആ നടുവിലെ ആ രണ്ടാമത്തെ കോണ്, ആ രണ്ടാമത്തെ കോർണർ, ട്രയാങ്കിളിലെ കോർണർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദി സർക്കിൾ അല്ലേ? 90 ഡിഗ്രി വരുന്നതിൽ ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും അല്ലേ? വൃത്തത്തിലായിരിക്കും. ഇനി അടുത്തത് 110 ഡിഗ്രി. 110 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതുകൊണ്ട് അത് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഇൻസൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിനു അകത്ത്. ഇനി അടുത്തത് 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു വശം, ആ ഒരു കോണ് അല്ലെങ്കിൽ ആ ഒരു കോർണർ, ട്രയാങ്കിളിലെ കോർണർ എവിടെയായിരിക്കും, ആ ഒരു ആംഗിൾ എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? സർക്കിളിൻ്റെ പുറത്തായിരിക്കും, അതായത് ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ഷൗൺ, ചെക്ക് വെദർ ദി അതർ 2 കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ. അതായത് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്, അതായത് ഒരു ക്വാഡ്രിലേറ്ററിൽ തന്നിട്ടുണ്ട്. നമുക്കതിന് ABCD എന്ന് പേരിടാം. ABCD എന്നുള്ളത് ഒരു ക്വാഡ്രിലേറ്ററിലാണെന്നുണ്ടെങ്കിൽ അതിൽ 3 ആംഗിൾസ് തന്നിട്ട് 4ാമത്തെ ആംഗിൾ അറിയില്ല. അപ്പോൾ ഇതിൽ 2 വികരണങ്ങളുണ്ടാകും, 2 ഡയഗണൽസ് ഉണ്ടാകും അല്ലേ? 2 ഡയഗണൽസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് AC, ഒന്ന് എന്തായിരിക്കും? BD അല്ലേ? ഒന്ന് AC, ഒന്ന് BD. ഓരോന്നും ആദ്യം ACയും പിന്നെ BDയും ഡയമീറ്ററാക്കി അല്ലെങ്കിൽ വ്യാസമാക്കി നമ്മൾ വൃത്തങ്ങൾ വരച്ചാൽ അതിൽ മറ്റ് 2 പോയിൻറ്റ്സ്, ഒന്നിൽ BD വ്യാസമായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ Aയും Cയും എവിടെയായിരിക്കും കിടക്കുന്നത്? വൃത്തത്തിനകത്താണോ പുറത്താണോ? അതേപോലെ AC വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ B എന്ന പോയിൻറ്റും D എന്ന പോയിൻറ്റും വൃത്തത്തിനകത്താണോ പുറത്താണോ ഉണ്ടാവുക എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ഇതിൽ ചെയ്യേണ്ടത്, നമ്മൾ ABCD നമ്മളിതിനെ നെയിം ചെയ്തു അല്ലേ? ഇനി നമുക്കറിയാം ഏതൊരു ക്വാഡ്രിലേറ്ററിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ചതുർഭുജത്തിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് അല്ലേ, ഉള്ളിലെ എല്ലാ കോണുകളുടെയും തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ A മാത്രമേ അറിയാത്തുള്ളൂ. A എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ Aയുടെ അളവ് എത്രയായിരിക്കും, വാല്യൂ എത്രയായിരിക്കും? 360ൽ നിന്ന് എത്ര കുറക്കണം? 360 മൈനസ് 105 പ്ലസ് 110 പ്ലസ് 55. അപ്പോൾ എത്ര കിട്ടുക? 360 മൈനസ് 270, 90 ഡിഗ്രിയാണ് കിട്ടുക. അതായത് 90 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ A 90 ഡിഗ്രി എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോരോ ഈ 2 വികരണങ്ങളും, ADയും
എ സിയും ബി ഡിയും നമ്മൾ വ്യാസമായിട്ട് വൃത്തങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബി ഡി ഡയമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? ബി ഡി ആണ് ഡയമീറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയാണ് ഇവിടെ. മറ്റ് രണ്ട് ആംഗിൾസ് നോക്കാം. ഒന്ന് 90 ഡിഗ്രി, ഒന്ന് സി എന്ന് പറയുന്നത് 55 ഡിഗ്രിയുമാണ്. അപ്പോൾ 90 ഡിഗ്രി വരുന്ന ആംഗിൾ എവിടെയായിരിക്കും കിടക്കുക? എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് ഓൺ ദ സർക്കിൾ അല്ലേ, അതായത് വൃത്തത്തിലായിരിക്കും ആ ഒരു പോയിന്റ് കിടക്കുന്നുണ്ടാവുക. ഇനി സി എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് അതെവിടെയായിരിക്കും ഉണ്ടാവുക? ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ലേ, വൃത്തത്തിന് പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് നമ്മൾ വ്യാസമാക്കുന്നത് എ സി ആണ്. എ സി ആണ് വ്യാസമാക്കുന്നത് എന്നുണ്ടെങ്കിൽ എ സി വ്യാസമായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ എ സി ഡയാമീറ്ററാക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? മറ്റ് രണ്ട് കോണുകൾ ഏതായിരിക്കും? ബിയും ഡിയും അല്ലേ. ബി 105 ഡിഗ്രിയും ഡി 110 ഡിഗ്രിയുമാണ്. 105 ഡിഗ്രിയും ബി എന്ന് പറയുന്നതും ഡി 110 ഡിഗ്രി എന്ന് പറയുന്നതും എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ രണ്ടും എവിടെയാണ് കിടക്കുക? വൃത്തത്തിന് അകത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക അല്ലേ, ഇൻസൈഡ് ദി സർക്കിൾ. കാരണം അവ രണ്ടും മട്ടത്തേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, ഇൻസൈഡ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് എ എന്ന് പറയുന്നത് ഓൺ ദി സർക്കിൾ, സി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർക്കിൾ, ബി ആൻഡ് ഡി എന്ന് പറയുന്നത് ഇൻസൈഡ് ദി സർക്കിൾ. Next question, if circles are drawn with each side of the triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? അതായത് നമുക്ക് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ വശങ്ങളുള്ള ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിലെ ഓരോ വശങ്ങളും ഈ 5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും 13 സെൻറ്റിമീറ്ററും ഓരോ വശങ്ങളും വ്യാസമാക്കിയെടുത്ത് നമ്മൾ വൃത്തങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സർക്കിളിലെയും മൂന്നാമത്തെ വെർട്ടെക്സ് അല്ലേ, രണ്ട് പോയിൻ്റ് നമ്മൾ വ്യാസങ്ങളുടെ അറ്റങ്ങളായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ മറ്റൊരു കോണ് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ആ വൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അതെവിടെയായിരിക്കും കിടക്കുന്നത്? വൃത്തത്തിനകത്താണോ, വൃത്തത്തിലാണോ, വൃത്തത്തിന് പുറത്താണോ എന്നുള്ളത് നോക്കണം. ചിത്രം നോക്കാം. നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ 13, 12, 5 സെൻറ്റിമീറ്റർ എന്ന് നമ്മളൊരു ഒരു ത്രികോണം വരച്ചു അല്ലേ. ട്രയാങ്കിൾ എ ബി സി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലെ രണ്ട് വശങ്ങളുടെയും സ്ക്വയർ ചെയ്ത് ഒന്ന് കൂട്ടി നോക്കാം. അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അത് എത്ര വരിക? 144 പ്ലസ് 25, അതായത് 169. ഈ 169 എന്ന് പറയുന്നത് 13ൻ്റെ സ്ക്വയറാണ്. 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സിയുടെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ പൈതഗോറസ് നിയമപ്രകാരം, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ മട്ട ത്രികോണമാണ് അല്ലേ. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണമാണ്. അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നീളമുള്ള വശം ഏതാണ്? എ സി ആണില്ലേ. അതുകൊണ്ട് നമുക്കതിനെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കാം. എ സി എന്ന് പറയുന്നതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. എ സി ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ സി ആണ് ഹൈപ്പോട്ടന്യൂസ് എന്നുണ്ടെങ്കിൽ ഇതിൽ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ഏതായിരിക്കും? എ സിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണോ അതായിരിക്കും 90 ഡിഗ്രി. അതായത് ബി ആയിരിക്കും 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി അല്ലേ. ഇതിൽ നമുക്ക് ആംഗിൾ ബി ഓൾറെഡി 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്തായിരിക്കും? 90 ഡിഗ്രി. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണത്? എ പ്ലസ് സി ആണ് 90 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും സിയും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഈ ഒരു അറിവ് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചോദ്യത്തിൽ ചോദിച്ച പോലെ ബി സി വ്യാസമാക്കി അല്ലെങ്കിൽ ബി സി ഡയമീറ്ററാക്കി നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കോണായ ഈ ബി സി അല്ലാത്ത മറ്റു കോൺ ഏതാണ്? എ അല്ലേ. എ എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? എയുടെ
തുക വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അത് കാരണം കൊണ്ട് എ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും അല്ലേ. അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് ബി സി വ്യാസമായിട്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എപ്പോഴും എന്താണ് 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് എ എന്ന് പറയുന്ന ആ ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർക്കിളാണ്. ഇനി അടുത്തത് ബി സി കഴിഞ്ഞ് എ ബി വ്യാസമായിട്ടാണ് നമ്മളൊരു വൃത്തം വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാം. സി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് അല്ലേ. അതുകൊണ്ട് സിയും എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഔട്ട്സൈഡ് ദി സർക്കിളാണ് അല്ലേ. അതായത് വൃത്തത്തിന് പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് ഇനി വ്യാസമാക്കി എടുക്കാനുള്ളത് ഏതാണ്? എ സി ആണ് അല്ലേ. എ സി വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരച്ചു അല്ലേ. ഇവിടെ എ സി ആണ് ഇവിടെ വ്യാസമാക്കി നമ്മളൊരു വൃത്തം വരച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് അതർ സൈഡ് അതർ കോർണർ ഏതാണ്? ബി ആണ് അല്ലേ. മറ്റൊരു കോണ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അത് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ബി എന്ന പോയിന്റ് അല്ലെങ്കിൽ ബി എന്ന ബിന്ദു കിടക്കുന്നത് വൃത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓൺ ദ സർക്കിളായിരിക്കും അല്ലേ, അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ഇൻ ദി പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ and a smaller circle with half the lane as a diameter. Prove that any chord of the larger circle through the point where the circle meets is bisected by the small circle. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ പിക്ചറിൽ, ഈ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ള? ഒരു വലിയ വൃത്തമുണ്ട്, ഒരു ചെറിയ വൃത്തമുണ്ട്. വലിയ വൃത്തത്തിലെ വ്യാസത്തിൻ്റെ പകുതി, അതായത് ആരം വ്യാസമാക്കിക്കൊണ്ടാണ് നമ്മൾ ചെറിയൊരു വൃത്തം വരച്ചിട്ടുള്ളത് അല്ലേ. എന്നിട്ട് പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ ത്രൂ ദി പോയിന്റ് വേർ ദി സർക്കിൾ മീറ്റ് ഈസ് ബൈസെക്റ്റഡ് ബൈ ദി സ്മോൾ സർക്കിൾ. ഈ രണ്ട് സർക്കിളും യോജിക്കുന്ന ആ ഒരു പോയിന്റ് കണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന ഏതൊരു കോഡും അല്ലെങ്കിൽ ഏതൊരു ഞാണ് വരച്ചു കഴിഞ്ഞാലും ആ ഒരു ഞാണിനെ തുല്യമായിട്ട് ആര് ഭാഗിക്കും? നമ്മുടെ ചെറിയ സർക്കിള് വിഭജിക്കുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ചെറിയ സർക്കിൾ എന്ത് ചെയ്യണം? ആ ഒരു കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. എന്തൊക്കെ ജോയിൻ ചെയ്യേണ്ടത്? നമുക്ക് ഈ പോയിൻറ്റ്സിനൊക്കെ നമുക്ക് എ ബി സി ഡി ഇ എന്ന് നമുക്ക് പോയിൻറ്റ്സിന് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു വര യോജിപ്പിക്കണം. അതേപോലെ സിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടും, എ ഡി ഇയും എ സി ബിയും. ട്രയാങ്കിൾ എ ഡി ഇയും ട്രയാങ്കിൾ എ സി ബിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയിലെ ആംഗിൾ എ എന്ന ആംഗിൾ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ. രണ്ട് ത്രികോണത്തിലും പൊതുവായിട്ട് വരുന്ന ആംഗിളാണ് എ എന്ന് പറഞ്ഞത്. അതായത് ആംഗിൾ ഡി എ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി എ ബി അല്ലേ. ഡി എ ഇ എന്ന കോണും സി എ ബി എന്ന കോണും തുല്യമാണ്. അതേപോലെ നമുക്ക് കിട്ടുന്നത് ആംഗിൾ എ ഡി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. അതായത് രണ്ടും എന്താണ്? രണ്ടും 90 ഡിഗ്രിയാണ് അല്ലേ. എങ്ങനെയാണ് 90 ഡിഗ്രി കിട്ടിയത്? രണ്ടും വൃത്തത്തിലേക്ക്, രണ്ട് ചെറിയ വൃത്തത്തിൻ്റെയും വലിയ വൃത്തങ്ങളുടെയും വ്യാസങ്ങളിൽ രണ്ടറ്റങ്ങളിൽ നിന്നുള്ള വരകൾ വൃത്തത്തിലേക്കുള്ളൊരു ബിന്ദുവിലേക്കാണ് യോജിക്കുന്നത്. വൃത്തത്തിലേക്കുള്ള ബിന്ദുക്കളായ ഡിയിലേക്കും സിയിലേക്കും യോജിക്കുന്നു. അതുകൊണ്ട് തന്നെ അവ രണ്ടും എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എ ഡി ഇയും എ സി ബിയും ഈക്വലാന്നുള്ളത് കിട്ടി. ഇനി രണ്ട് കോണുകൾ തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ എ ഇ ഡി, ആംഗിൾ എ ഇ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ. അല്ലെങ്കിലും ഈ രണ്ട് കോണുകൾ തുല്യമാകുമ്പോൾ തന്നെ എന്തായി മാറും? ട്രയാങ്കിൾ എ ഡി ഇ സിമിലർ ടു ട്രയാങ്കിൾ എ സി ബി. അതായത് എ ഡി ഇയും എ സി ബിയും സർവ്വസമങ്ങളായ ത്രികോണങ്ങളാണ്. ഓക്കെ, സർവ്വസമങ്ങളായ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? അവയുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർവ്വസമങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ഡി ബൈ എ സി ഈസ് ഈക്വൽ ടു എ ഇ ബൈ എ ബി ഈസ് ഈക്വൽ ടു ഡി ഇ ബൈ സി ബി അല്ലേ. എ ഡിയും എ സിയും ഈസ് ഈക്വൽ ടു എ ഇ ബൈ
എ ബി ഈസ് ഈക്വൽ ടു ഡി ഇ ബൈ സി ബി. ഓക്കെ, കാരണം ഇവ രണ്ടും സമസമങ്ങളായ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ സൈഡ്സ് ഒക്കെ പ്രൊപ്പോർഷനാണ്. സൈഡ്സ് വിൽ ബി പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ അവയുടെ വശങ്ങൾ ആനുപാതികമാണ്. ഇനി നമുക്കറിയാം ഈ എ ഇ ബൈ എ ബി, ഈ എ ഇ പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും എന്താണ്? എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ് അല്ലേ. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ്. നമുക്കപ്പോൾ അത് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതിക്കൂടെ? ഇന് അല്ലെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 2AE എന്ന് നമുക്ക് എഴുതാം. എ ഇ ഈസ് ഈക്വൽ ടു 2AE ആയത്, എ ബി ഈസ് ഈക്വൽ ടു 2AE ആയതുകൊണ്ട് തന്നെ നമുക്ക് എ ഇ ബൈ എ ബിനെ നമുക്ക് 1/2 എന്ന് എഴുതാം. എ ഇ ബൈ എ ബി 1/2 ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡി ബൈ എ സി ഈസ് ഈക്വൽ ടു 1/2. ഇനി നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ. എ ഡി ബൈ എ സി 1/2 എന്ന് പറഞ്ഞാൽ നമുക്കിതെങ്ങനെ എഴുതാം? എ ഡി ഈസ് ഈക്വൽ ടു എ സി ബൈ 2 അല്ലേ. എ ഡി എന്ന് പറയുന്നത്, ചിത്രം നോക്കാം, എ ഡി എന്ന് പറയുന്നത് എ സിയുടെ പകുതിയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഡി എന്ന് പറയുന്ന ബിന്ദു, ആ ഡി എന്ന് പറയുന്ന പോയിൻ്റ് എ സി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റാണ്, അല്ലെങ്കിൽ മധ്യബിന്ദുവാണ്. എ സിയുടെ മധ്യബിന്ദുവാണ് ഡി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എ സി ചെറിയ വൃത്തം, ഏറ്റവും ഇതിൽ, അതായത് ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് എ സി എന്ന കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എ ഡി ബൈ എ സി ബൈ 2ൽ നിന്ന് നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചെറിയ വൃത്തം എ സി എന്ന ഞാണിനെ സമഭാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദി കോഡ് എ സി. Fifth question. Use a calculator to determine up to 2 decimal places the perimeter and the area of the circle in the picture. ഈ ചിത്രത്തിലെ വൃത്തത്തിലെ പരപ്പളവും ചുറ്റളവും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു സെറ്റ് സ്ക്വയർ തന്നിട്ടുണ്ട്. സെറ്റ് സ്ക്വയറിൽ കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ വരുന്ന 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും വരുന്ന 2 കോഡ്സ് വരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 2 ഞാണുകൾ വരുന്ന രീതിയിലാണ് എന്ത് വരച്ചിട്ടുള്ളത്? ഒരു ഇതിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ 2 ഞാണുകളും കൂട്ടി യോജിപ്പിച്ചുണ്ടാവുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. നല്ല സെറ്റ് സ്ക്വയറിൽ അങ്ങനെയാണല്ലോ വരിക. അപ്പം 90 ഡിഗ്രിയിൽ ഉണ്ടാക്കുന്ന 2 ലൈൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയുടെ 2 അറ്റങ്ങൾ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിനെ വരക്കാം. അതായത് ഒരു മട്ട ത്രികോണത്തിന് നമുക്കൊരു വൃത്തത്തിനുള്ളിലാക്കുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ വരക്കാം. ഇത് നമുക്ക് എ ബി സി എന്നുള്ളത് നെയിം ചെയ്യാം. ഇപ്പോൾ ഇതിൽ വരുന്നത് 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന വശത്തിന് 3 സെൻറ്റിമീറ്ററും എ സി എന്ന വശത്തിന് 6 സെൻറ്റിമീറ്ററും നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബി സിയുടെ പ്രത്യേകത എന്തായിരിക്കും? ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയാമീറ്റർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ വ്യാസമായിരിക്കും, വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും. കാരണം എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണല്ലേ. സെറ്റ് സ്ക്വയർ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ കൊണ്ടാണ് ആ പിക്ചർ കാണിക്കുന്നത്. അപ്പോൾ അതിൽ 90 ഡിഗ്രിയാണ് നമുക്ക് ഫിഗറിന് മനസ്സിലാവും. 90 ഡിഗ്രി ഏതൊരു സർക്കിളിൻ്റെയും സർക്കിളിലുമുള്ളൊരു പോയിൻറ്റ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ലൈൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ഡയമീറ്റർ കിട്ടും, അല്ലെങ്കിൽ ഒരു വ്യാസമാണ് കിട്ടുക. അതായത് ബി സി എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിലെ വ്യാസമാണ്. ഓക്കെ, നമുക്ക് ഒരു സർക്കിളിൻ്റെ, ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ. 2πr അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്കിതിൽ ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ പോരാ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ആണ്. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിളിലൂടെ നമുക്ക് ബി സി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം പ്രകാരം 3² + 6² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി സി സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് ബി സി എന്ന് പറയുന്നത് എന്താണ്? √3². 9 + 6² എത്ര? 36. അപ്പോൾ എന്ത് കിട്ടും? √45 എന്ന് കിട്ടും. 45നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3 × 3 × 9 ×
5 എന്ന് എഴുതാം. 9 × 5 എന്ന് പറഞ്ഞാൽ 3 × 3 × 5 എന്ന് എഴുതാം. ഇതിൽ 3 2 ടൈംസ് ഇൻറ്റു ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 3നെ പുറത്തെടുക്കാം. അപ്പോൾ 3√5 സെൻറ്റിമീറ്റർ കിട്ടും. ബി സി എന്ന് പറയുന്നത് 3√5 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് 3 സൈഡ്സും കിട്ടി, അതായത് ബി സി കിട്ടി. ബി സി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലെ ഡയമീറ്ററാണ് അല്ലെങ്കിൽ വ്യാസമാണ്. നമുക്കറിയാം. ഇനി ഇതിന് ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 2πr ചെയ്താൽ മതി, അല്ലെങ്കിൽ πd ചെയ്താൽ മതി അല്ലേ. π × d. പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 × 3√5 നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 21.063 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇതാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് ഏരിയ ആണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? πr² ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് വ്യാസമാണ്, ഡയമീറ്ററാണ് 3√5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആരം എത്ര ആയിരിക്കും? ആരം അല്ലെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് 3√5ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. 3√5/2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് πr² അല്ലെങ്കിൽ 3.14 × 3√5/2 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 35.325 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂണിറ്റ് എഴുതുക? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ യൂണിറ്റ് എഴുതണം. 2 ഡെസിമൽ പ്ലേസ് എന്ന് ചോദിച്ചിട്ടുള്ളപ്പോൾ 325 അല്ലെങ്കിൽ 3 എന്ന് നമുക്ക് എങ്ങനെയെങ്കിലും എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, next question. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameter through A. Prove that P, PQ lie on a line. Prove that PQ is parallel to the line joining the centers of the circle and is twice as long as this line. അപ്പോൾ 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ സർക്കിൾസ് ജോയിൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് എയും ബിയും. എയിലും ബിയിലും അത് രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഈ പി ബി ക്യു എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഒരേ ലൈനിലാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പി ബി ക്യു എന്ന് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തതെന്ന് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. ഇനി നമുക്ക് ഈ 2 സർക്കിൾസിൻ്റെയും മിഡ് പോയിൻറ്റ്സ്, 2 സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് അല്ലേ, കേന്ദ്രങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വര കിട്ടുമല്ലോ, ഒരു ലൈൻ കിട്ടുമല്ലോ. ആ ഒരു ലൈനും പി ക്യു എന്ന് പറയുന്ന ലൈനും രണ്ടും സമാന്തരങ്ങളാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടും പാരലൽ ലൈൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ നമുക്ക് ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എയും ബിയും ഒന്ന് ജോയിൻ ചെയ്യാം. എയും ബിയും ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇതേപോലെ തന്നെ പി ബി ക്യു എന്നുള്ളതും ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ പി ബി ക്യു എന്നുള്ളത് സ്ട്രൈറ്റ് ലൈൻ ആണെന്നുള്ളത് നമ്മളോട് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ പി ബിയും പി ക്യുവും ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. സ്ട്രൈറ്റ് ലൈൻ ആണെന്നുള്ളത് നമുക്കറിയില്ല. ഈ പി ബി ക്യു എന്നുള്ള സ്ട്രൈറ്റ് ലൈൻ ആണെന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ്, അല്ലെങ്കിൽ ഒരേ രേഖയിലാണ്, ഒരേ ലൈനിലാണെന്നുള്ളത്, ഒരു രേഖയിലുള്ള ബിന്ദുക്കളാണെന്നുള്ളത് നമ്മൾ തെളിയിക്കണം. ഓക്കെ, ഇനി ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം ഈ ചെറിയ വൃത്തം എടുത്ത് നോക്കുക. ആ ചെറിയ വൃത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ചെറിയ സർക്കിൾ, ബ്ലൂ കളർ സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ബി എന്നുള്ളൊരു പോയിൻറ്റ് അല്ലേ, ബി എന്നുള്ള പോയിൻറ്റ് ഈ സർക്കിളിലത്തെ പോയിൻ്റ് തന്നെയാണ്. ബി എന്നുള്ളൊരു പോയിൻറ്റിലേക്ക് എ പി എന്നുള്ളത് ഡയമീറ്റർ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. എ പി എന്നുള്ളത് വ്യാസമാണ്. വ്യാസത്തിൽ നിന്ന് ബി എന്ന സർക്കിളിലേക്ക് ഒരു പോയിൻറ്റിൽ നിന്ന് രണ്ട് ലൈൻസ് യോജിച്ചിട്ടുണ്ട്, എ ബിയും പി ബിയും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് സെമി സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് എത്ര ആയിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ,
ബി എന്നുള്ളൊരു ബി ഈസ് എ പോയിൻ്റ് ഓൺ ദി സർക്കിൾ. ബി എന്നുള്ളത് ഒരു വൃത്തത്തിലെ ആ ബ്ലൂ കളറ് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവിലേക്ക് എന്താ ചെയ്യുന്നത്? വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളായ എയിൽ നിന്നും പിയിൽ നിന്നും വരകൾ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ബിയിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? മട്ടകോണായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും അത് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മറ്റേ വലിയ വൃത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ കളർ സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ AQ ആണ് അതിലെ ഡയമീറ്റർ അല്ലേ? AQ ആണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഡയമീറ്ററിന് 2 എൻഡ്സ് ആണ് എയും ക്യൂയും. ഈ എയും ക്യൂയും കൂട്ടി യോജിപ്പിച്ച് ബി എന്നുള്ള പോയിന്റിലേക്ക് യോജിപ്പിക്കുകയാണ്. ഈ ബി എന്നുള്ള പോയിന്റ് ഈ സർക്കിളിലും കൂടിയുള്ള പോയിന്റാണ് അല്ലേ? ഗ്രീൻ സർക്കിളിലും ഉള്ളൊരു പോയിന്റാണ്. അപ്പോൾ സർക്കിളിലേക്കുള്ള ഓൺ ദി സർക്കിളിൽ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവിലേക്കാണ് വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളായ എയും ക്യൂയും യോജിക്കുന്നത്. അങ്ങനെ യോജിക്കുന്നുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ABQയും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി നമുക്കറിയാം ആംഗിൾ PBQ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആംഗിൾ ABP പ്ലസ് ആംഗിൾ ABQ ആയിരിക്കും. അപ്പോൾ ABP എത്ര നമുക്ക് കിട്ടി? 90. അപ്പോൾ നമ്മൾക്ക് ഇതിനെന്ത് പറയാം? 180 ഡിഗ്രി എന്ന് കിട്ടി. ഇത് നമുക്ക് എന്താണ്? അപ്പോൾ നമുക്ക് ഈ ആംഗിൾസിന് എന്ത് പറയാം? രേഖീയ ജോഡികളാണെന്ന് നമുക്ക് പറയാം അല്ലേ? കാരണം എന്താണ്? ഇത് 90ഉം ABPയും ABQയും കൂട്ടിയപ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടിയത്. അല്ലെങ്കിൽ BBQ എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി വാല്യൂ ഉള്ളൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ PBQ എന്ന് പറയുന്നത് ആ ആംഗിൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിയും ബിയും ക്യൂയും ഒരേ രേഖയിലുള്ള ബിന്ദുക്കളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് PBQ എന്നിവ ഒരേ രേഖയിലെ ബിന്ദുക്കളാണെന്ന് പറയാം. അല്ലെങ്കിൽ PBQ എന്നിവ ദേ ആർ പോയിൻറ്റ്സ് ഓൺ സെയിം സ്ട്രൈറ്റ് ലൈൻ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ചെറിയ വൃത്തത്തിലെയും വലിയ വൃത്തത്തിലെയും കേന്ദ്ര ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ബിന്ദുക്കൾ നമുക്ക് C എന്നും D എന്നും നമുക്ക് സെൻറ്റേഴ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ലെറ്റ് C be the center of the small circle and D be the center of the bigger circle. ഇനി ഈ രണ്ട് സെൻറ്റേഴ്സും ഈ രണ്ട് കേന്ദ്ര ബിന്ദുക്കളും കൂടി നമ്മൾ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് യോജിപ്പിച്ചാൽ കിട്ടുന്ന ആ ഒരു ലൈനിലെ CD എന്നുള്ളത് എന്തിനോട് പാരലലാണ്? PQനോട് പാരലാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല PQ എന്ന് പറയുന്നത് CDയേക്കാൾ 2 ടൈംസ് ആണെന്നുള്ളതും നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രയാങ്കിൾ APBയും ട്രയാങ്കിൾ AQBയും എടുത്തു നോക്കുക. അപ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ വൃത്തം എടുത്തു നോക്കാം. ചെറിയ വൃത്തത്തിലെ AC എന്ന് പറയുന്നത് ആരമാണ് അല്ലേ? AC എന്ന് പറയുന്നത് ആരവും AP എന്ന് പറയുന്നത് ഡയമീറ്ററുമാണ്. അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് റേഡിയസും AP എന്ന് പറയുന്നത് ഡയമീറ്ററുമാണ്, വ്യാസവുമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AP = 2AC എന്ന് നമുക്ക് എഴുതാം അല്ലേ? കാരണം എന്താണ്? AP എന്ന് പറയുന്നത് വ്യാസം, AC എന്ന് പറയുന്നത് ആരവുമാണ് അല്ലേ? ഡയമീറ്റർ = 2 times the radius. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? AP/AC = 2 എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ വലിയ സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വൃത്തത്തിൽ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ AQ/AD = 2 എന്ന് എഴുതാം. AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസമാണ്, AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും അല്ലേ? ഒന്നിൻ്റെ ആരത്തിൻ്റെ 2 ഇരട്ടിയാണ് വ്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റേഡിയസിൻ്റെ 2 ടൈംസ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 2ഉം 2 കിട്ടി. ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? AP/AC = AQ/AD എന്ന് നമുക്ക് എഴുതാം. അതായത് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ APB ആൻഡ് ട്രയാങ്കിൾ ABQ, ഈ 2 ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ്
പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ത്രികോണം എ പി ബി എന്ന ത്രികോണത്തിൻ്റെയും എ ബി ക്യു എന്ന ത്രികോണത്തിൻ്റെയും വശങ്ങൾ ആനുപാതികമാണ്. അതുകൊണ്ട് നമുക്കിതിനെന്ത് പറയാം? സർവ്വസമങ്ങളാണെന്ന് പറയാം. സർവ്വസമങ്ങളായ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എ പി ബൈ എ സി ഈക്വൾ ടു എ ക്യു ബൈ എ ഡി സി ഈക്വൾ ടു നമുക്ക് സി ഡി ബൈ പി ക്യു ബൈ സി ഡി എന്നും കൂടി എഴുതാം. അതായത് പി ക്യു ബൈ സി ഡി ഈസ് ഈക്വൾ ടു 2 എന്ന് എഴുതാം. കാരണം ഇത് രണ്ടും 2 ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനോട് ഈക്വലാണ് പി ക്യു ബൈ സി ഡി എന്ന് പറയുമ്പോൾ പി ക്യു ബൈ സി ഡിയും 2 കിട്ടും. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? പി ക്യു ഈസ് ഈക്വൾ ടു 2 ഇൻറ്റു സി ഡി. അതായത് പി ക്യു എന്ന ലൈന് സി ഡിയേക്കാൾ 2 ഇരട്ടിയാണ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഇതേപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും. നമുക്ക് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൾ ടു ആംഗിൾ എ പി ക്യു. ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്, അല്ലെങ്കിൽ ആംഗിൾ എ സി ഡി എ പി ക്യു. അതേപോലെ അല്ലെങ്കിൽ എ ഡി സി ഈസ് ഈക്വൾ ടു ആംഗിൾ എ ക്യു പി. ഈ രണ്ട് ആംഗിൾസും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സി ഡി വിൽ ബി പാരലൽ ടു പി ക്യു. ദാറ്റ് ഈസ് സി ഡിയും പി ക്യുവും സമാന്തരികമാണ്. അതായത് സി ഡിയും പി ക്യുവും സമാന്തരങ്ങളാണെന്നുള്ളത് നമുക്ക് കിട്ടും. അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 7th question. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളെയും വ്യാസമാക്കി രണ്ട് വൃത്തങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വൃത്തങ്ങളും അതിൻ്റെ ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ, അല്ലേ, മധ്യഭാഗത്തെ ബിന്ദുവിലൂടെ കടന്നു പോകുമെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ രണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണ്. രണ്ട് സർക്കിൾസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ആയിരിക്കും അവ രണ്ടെണ്ണത്തിൻ്റെയും ഡയമീറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ലെറ്റ് എ സി ബി. അപ്പോൾ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ എടുക്കുകയാണ്. എ സി ബി എന്നുള്ളത് ഐസോസിലസ് ആണ്, അല്ലെങ്കിൽ അതൊരു സമപാർശ്വ ത്രികോണമാണ്. അതിൽ ഈക്വലായിട്ട് ഏതെങ്കിലും രണ്ട് സൈഡ്സ് വേണമല്ലോ. അപ്പോൾ അതിൽ എ സി ഈസ് ഈക്വൾ ടു ബി സി എടുക്കുകയാണെന്ന് വെക്കുക. എ സി ഈസ് ഈക്വൾ ടു ബി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതിൽ തേർഡ് സൈഡ് ഏതായിരിക്കും? എ ബി ആണ്, അല്ലേ. എ ബിയിൽ പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിഡ് പോയിൻ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി എന്നുള്ളത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നെയിം ചെയ്യുന്നതാണ്. സി പി എന്നുള്ള ലൈൻ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്, ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. പി എന്നുള്ളൊരു പോയിന്റ് നമ്മൾ സപ്പോസ് എടുക്കുകയാണ്. ഈ പി എന്നുള്ളത് മിഡ് പോയിൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് മിഡ് പോയിൻറ്റിലൂടെ ആയിരിക്കണം ആ രണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണ്. ആ മിഡ് പോയിൻറ്റിലൂടെ ആയിരിക്കും തേർഡ് സൈഡിൻ്റെ ഈക്വൽ അല്ലാത്ത സൈഡായ എ ബിയുടെ മിഡ് പോയിൻറ്റിലൂടെ ഈ രണ്ട് സർക്കിൾസും പാസ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ ബി പി സി, എ പി സിയും ബി പി സിയും ട്രയാങ്കിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ സി ഈസ് ഈക്വൾ ടു ബി സി. എ സി ഈക്വൾ ടു ബി സി ആയതുകൊണ്ട് തന്നെ ആംഗിൾ സി എ പി ഈസ് ഈക്വൾ ടു ആംഗിൾ സി ബി പി. ശരിയല്ലേ? ഒരേ വശങ്ങളിലെ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളായ എ ബി സിയിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായി വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അല്ലേ. അതുകൊണ്ട് ആംഗിൾ എയും ബിയും ഈക്വലാണ്. അതായത് ആംഗിൾ സി എ പി ഈസ് ഈക്വൾ ടു ആംഗിൾ സി ബി പി ഇൻ ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ ബി പി സി. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വലാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം ആംഗിൾ എ പി സി ഈസ് ഈക്വൾ ടു ആംഗിൾ ബി പി സി ഈസ് ഈക്വൾ ടു 90 ഡിഗ്രി. ബോത്ത് ആർ ആംഗിൾസ് മെയ്ഡ് അറ്റ് സെമി സർക്കിൾ. അർദ്ധവൃത്തത്തിലെ കോണുകളാണ് രണ്ടും, അതുകൊണ്ട് അവ രണ്ടും തുല്യമാണ്. അതായത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രികളാണ്. ഇനി അത് മാത്രമല്ല
പി സി ഈസ് ഈക്വൽ ടു പി സി. രണ്ടും തുല്യമായ, രണ്ടും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ. രണ്ടിനും ഒരുപോലെ വരുന്ന രണ്ട് ട്രയാങ്കിൾസും, രണ്ട് ത്രികോണത്തിനും ഒരുപോലെ വരുന്ന സൈഡാണ് പി സി എന്ന് പറയുന്ന സൈഡ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് കോൺഗ്രുവൻ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അതായത് ട്രയാങ്കിൾ എ പി സി ഈസ് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി പി സി. രണ്ടും കോൺഗ്രുവൻ ട്രയാങ്കിൾസ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് എ പി ഈസ് ഈക്വൽ ടു പി ബി. അതായത് രണ്ടും സമാനമായ ത്രികോണങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വന്ന് പറയാൻ പറ്റും, എ പി എന്ന വശവും ബി പി എന്ന വശവും തുല്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എ പിയും ബി പിയും തുല്യമാണെങ്കിൽ പി എന്നുള്ള ആ ബിന്ദു, പി എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കില്ലേ. യെസ്, ദാറ്റ് മീൻസ് പി എന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്, അല്ലെങ്കിൽ പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. എട്ടാമത്തെ ചോദ്യം നോക്കുക. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദി സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ 4 വശങ്ങളെയും വ്യാസമാകുന്ന രീതിയിൽ 4 വൃത്തങ്ങൾ വരച്ചാൽ ഈ 4 വൃത്തങ്ങളും പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിലൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സമാന്തരികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. അടുത്തടുത്തിരിക്കുന്ന വശങ്ങളൊക്കെ തുല്യമായിരിക്കും. അതായത് പി എസ്, നമ്മളിപ്പോൾ ഇതിന് പി ക്യു എസ് ആർ എന്ന് നമ്മൾ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി എസ് ഈസ് ഈക്വൽ ടു എസ് ആർ ഈസ് ഈക്വൽ ടു ആർ ക്യു ഈസ് ഈക്വൽ ടു ക്യു പി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, അതാണ് അപ്പോൾ ഒരു റോംബസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. 4 വശങ്ങളും തുല്യമായിരിക്കും. പിന്നെ അതിൻ്റെ എതിർവശങ്ങൾ, ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിലൊരു കോമൺ പോയിന്റ്, നമുക്ക് ആ പോയിന്റ് നമുക്ക് ഒ എന്ന് നെയിം ചെയ്യാം. ഇനി നമ്മൾ വേറൊരു കൺസ്ട്രക്ഷൻ ഇതിൽ ചെയ്യുകയാണ്. അതായത് ഇതിൽ എസ്സിനെ നിന്ന് ക്യൂവിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുക. അതേപോലെ പിയിൽ നിന്ന് ആറിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ എസ് ക്യു എന്ന് പറയുന്നതും പി ആർ എന്ന് പറയുന്നതും എന്താണ്? ഈ റോംബസിൻ്റെ ഡയഗണൽസ് ആണ്, അല്ലെങ്കിൽ വികർണങ്ങളാണ് അല്ലേ. വികർണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എസ് ക്യു ആൻഡ് പി ആർ. എന്താണ് ഈ ഒരു റോംബസിൻ്റെ അല്ലെങ്കിൽ ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ വികർണങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഈ എസ് ക്യു ആൻഡ് പി ആർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ലംബ സമഭാജികളാണ് എന്നാണ് പറയാം. ലംബ സമഭാജികൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എസ് ക്യു വിൽ ബി പെർപെൻഡിക്കുലർ ടു പി ആർ, അല്ലെങ്കിൽ എസ് ക്യു എന്നത് പറയുന്നത് പി ആറിനോട് ലംബമായിട്ടാണ് കിടക്കുക, അല്ലെങ്കിൽ പി ആർ എസ് ക്യുനോട് പെർപെൻഡിക്കുലർ ആണ്, എങ്ങനെയും പറയാം. അതുമാത്രമല്ല ഈ ഒ എന്ന് പറയുന്ന പോയിന്റ് രണ്ടെണ്ണത്തിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മധ്യ ബിന്ദു ആയിരിക്കും. ഈ എസ് ക്യു എന്ന ലൈനും പി ആർ എന്ന ലൈനും തമ്മിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എസ് ഒ ഈസ് ഈക്വൽ ടു ഒ ക്യു ആൻഡ് പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ എന്ന രീതിയിലായിരിക്കും അവ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സമഭുജ സമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റോംബസിൻ്റെ പ്രത്യേകത. നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ഈ റോംബസിൻ്റെ ഓരോ സൈഡും ഏതൊക്കെയാണ് സൈഡ്സ്? പി എസ്, എസ് ആർ, ആർ ക്യു, പി ക്യു. ഈ 4 വശങ്ങളും ഡയമീറ്റേഴ്സ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യാസമാകുന്ന വിധത്തിൽ നമ്മൾ സർക്കിൾസ് വരയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ സർക്കിൾസാണ് നമ്മൾ വരച്ചത്. ഈ സർക്കിൾസ് 4 എണ്ണം ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇതിങ്ങനെയാണെന്നുള്ളത് തെളിയിക്കാനാണ് പറയുന്നത്. നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ വരച്ചു എന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, ഈ ഒ എന്നുള്ള പോയിന്റ് ആ ഒരു പോയിന്റിലൂടെ എല്ലാ സർക്കിൾസും ഈ വരക്കുന്ന 4 വൃത്തങ്ങളും കടന്നു പോകും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ കാണിക്കണം. ഇതിനായിട്ട് നമ്മൾ റോംബസിൻ്റെ കുറച്ച് പ്രത്യേകത ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ. ഇനി നമ്മൾ ആദ്യത്തെ വൃത്തം ഇതിലെടുത്ത് നോക്കാം അല്ലേ. പി എസ് എന്നുള്ളത് പി എസ് ഡയമീറ്ററായി വരുന്ന, പി എസ് വ്യാസമായി വരുന്ന വൃത്തം എടുത്ത് നോക്കാം.
ആ ഒരു വൃത്തത്തിൽ പിൻ്റെയും എസ്സിൽ നിന്നും ഉള്ള രണ്ട് ലൈൻസ് ആണ് ഈ എസ് ഒ എന്ന് പറയുന്നതും പി ഒ എന്ന് പറയുന്നത് അല്ലേ. രണ്ടും എവിടെയാണ് യോജിക്കുന്നത്? ഓയിലാണ് അല്ലേ. ഈ ഒ എന്ന് പറയുന്നത് എവിടെയാണ് ഈ വൃത്തത്തിലെ ഈ സർക്കിളിലെ ആംഗിൾ എസ് ഒ പി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 90 ഡിഗ്രിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ എസ് ഒ അല്ലെങ്കിൽ എസ് ക്യു എന്ന ലൈനും പി ആർ എന്ന ലൈനും പെർപെൻഡിക്കുലറാണ്, അല്ലെങ്കിൽ എസ് ക്യുവും പി ആറും ലംബങ്ങളാണ്, പരസ്പരം ലംബമായിട്ടാണ് കിടക്കുക. ഓക്കെ, രണ്ടെണ്ണത്തിന് വികരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പി ഒ എസ് എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ പിയിൽ നിന്നും എസ്സിൽ നിന്നും വരുന്ന ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പി ഒ എസ് എന്ന ആംഗിൾ ഉണ്ടായത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ എവിടെയായിരിക്കും ജോയിൻ ചെയ്യുക? ഈ ഒ എന്ന പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഒ എന്ന പോയിന്റ് എവിടെയായിരിക്കും കിടക്കുക? അത് സർക്കിളിലാണ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ലൈ ഓൺ ദി സർക്കിൾ, അല്ലെങ്കിൽ അത് ആ ഒരു ഒ എന്ന ബിന്ദു വൃത്തത്തിലാണ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് വൃത്തത്തിൽ ഒ എന്നത് വൃത്തത്തിൽ ആദ്യം കാണുന്ന വൃത്തത്തിലുള്ള പോയിൻ്റാണ് അല്ലേ. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സർക്കിൾ, തൊട്ടപ്പുറത്തെ സർക്കിൾ എടുത്ത് നോക്കിയാലും അതേപോലെ ബാക്കി രണ്ട് സർക്കിൾസും കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ എഴുതാൻ പറ്റും. ആംഗിൾ എസ് ഒ ആർ, രണ്ടാമത്തെ സർക്കിളിലെ ആംഗിൾ എസ് ഒ ആർ എന്ന് പറയുന്നതും എത്രയാണ്? ആർ ഒ ക്യു എന്ന് പറയുന്നതും ആംഗിൾ ആർ ഒ ക്യു മൂന്നാമത്തെ വൃത്തത്തിൽ. നാലാമത്തെ വൃത്തത്തിൽ ആംഗിൾ പി ഒ ക്യു, ആംഗിൾ പി ഒ ക്യു എന്ന് പറയുന്നതും ഒക്കെ എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇവ രണ്ടും എസ് ക്യു ആൻഡ് പി ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, അല്ലെങ്കിൽ എസ് ക്യു എന്ന വികരണവും പി ആർ എന്ന് പറയുന്ന വികരണങ്ങളും, ഈ രണ്ട് വികരണങ്ങളും ലംബ സമഭാജികളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആംഗിൾസ് ഒക്കെ എത്രയാണ്? 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ മട്ടകോണുകളാണ്. ഇതൊക്കെ മട്ടകോണുകളായതുകൊണ്ട് തന്നെ ഈ ആംഗിൾസിൽ ഉണ്ടാക്കുന്ന ആ ഒരു പോയിൻ്റ്, ആ ഒ എന്ന പോയിൻ്റ് ആദ്യത്തെ സർക്കിളിലുണ്ട്, സെക്കൻഡ് സർക്കിളിലുണ്ട്, തേർഡ് സർക്കിളിലുണ്ട്, ഫോർത്ത് സർക്കിളിലുണ്ട് അല്ലേ. ഇറ്റ് ലൈസ് ഓൺ സർക്കിൾ 1, 2, 3 and 4 commonly. That means the point O is common to all the 4 circles. അതായത് ഈ ഒ എന്ന് പറയുന്ന ബിന്ദു പി എസ്, എസ് ആർ, ആർ ക്യു, പി ക്യു എന്നിവ വ്യാസങ്ങളായി വരുന്ന വൃത്തങ്ങളുടെ പൊതുവായി വരുന്ന ബിന്ദുവാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ അടുത്ത പാർട്ട് നോക്കൂ. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദി പിക്ചർ. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും, അതായത് ഏതൊരു ചതുർഭുജത്തിൻ്റെയും വശങ്ങൾ തുല്യമായ ചതുർഭുജം കേട്ടോ, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലും ഇത് ഇതേപോലെ തന്നെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഏതുപോലെ? അതായത് അവയുടെ സൈഡ്സ് ഡയമീറ്റേഴ്സ് ആവുന്ന രീതിയിൽ നമ്മൾ സർക്കിൾസ് വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിൾസ് എല്ലാം ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുക. ആ പ്രൂവ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുകയാണ്. അതായത് പി ക്യു ആർ എസ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ നെയിം ചെയ്തു. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഡയഗണൽസ് വരച്ചു, പി ആർ ക്യു എസ്. ഈ ഡയഗണൽസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒ എന്ന് നെയിം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി ഇത് നോക്കാം. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നില്ലേ. അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് രണ്ട് പെയർ സൈഡ്സാണ് ഉള്ളത് അല്ലേ, രണ്ട് ജോഡി വശങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ രണ്ട് ജോഡിയും തുല്യമാണ് നമുക്ക് എഴുതാം. ഇതിലിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് പി ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ ആൻഡ് പി എസ് ഈസ് ഈക്വൽ ടു ആർ എസ്. പി ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ, പി എസ് ഈസ് ഈക്വൽ ടു ആർ എസ്. ഇറ്റ് ഈസ് ഗീവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ അടുത്തടുത്ത് അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇനി ട്രയാങ്കിൾ പി ക്യു ആർ എന്ന ത്രികോണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ത്രികോണം ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ് അല്ലേ. അതായത് സമപാർശ്വ ത്രികോണമാണത്.
ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ക്യു ഇസിക്വൽ ടു ക്യു ആർ ആയതുകൊണ്ട് നമുക്ക് ഐസോസിലസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് പി ഒ ഈസ് ഈക്വൽ ടു ആർ നമുക്ക് പറയാനായിട്ട് പറ്റും. പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ രണ്ട് വശങ്ങളെയും വ്യാസമാക്കി വൃത്തങ്ങൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വൃത്തങ്ങളും പൊതുവായ കടന്നു പോകുന്ന ബിന്ദു എന്ന് പറയുന്നത് അതിൻ്റെ എതിർവശം, അതിന് തുല്യമല്ലാത്തൊരു വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വശത്തിലെ മിഡ് പോയിന്റിലൂടെ, അതായത് ബിന്ദുവിലൂടെ ആയിരിക്കും ആ രണ്ട് വൃത്തങ്ങളും കടന്നു പോകുക അല്ലേ. അതിൻ്റെ അർത്ഥം പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ. ഈ ഒരു ത്രികോണത്തിൽ പി ക്യു ആർ ആണ്. പി ആർ എന്ന സൈഡിനെയാണ് അത് ബൈസെക്റ്റ് ചെയ്യുന്നത്. പി ആർ എന്ന സൈഡിലൂടെ രണ്ട് തുല്യ ഭാഗങ്ങളായി മുറിച്ചിട്ടാണ് ആ രണ്ട് വൃത്തങ്ങളും കടന്നു പോകുന്നത് അല്ലേ. ഈ രണ്ട് വൃത്തങ്ങൾ 1, 2 എന്നുള്ള പറഞ്ഞ വൃത്തങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് നോക്കാം. ട്രയാങ്കിൾ പി ക്യു ഒ ആൻഡ് ട്രയാങ്കിൾ ആർ ക്യു ഒ. ഇതിപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ട് എടുത്ത് നോക്കുകയാണ്. പി ക്യു ഒന് ആർ ക്യു ഒന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എഴുതി പി ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ നമുക്ക് ചോദ്യത്തിലുണ്ട് അല്ലേ. അതേപോലെ ക്യു ഒ ഈസ് ഈക്വൽ ടു ക്യു ഒ. ക്യു എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡാണ്, പൊതുവായ വശമാണ് അല്ലേ. ക്യു ഒ എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ള വശമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ. അപ്പോൾ ഈ മൂന്ന് വശങ്ങളും തുല്യമായതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ടെണ്ണത്തിനെയും നമുക്ക് സമാന ത്രികോണങ്ങളാണെന്ന് പറയാം. അതായത് ട്രയാങ്കിൾ പി ക്യു ഒ ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ആർ ക്യു ഒ. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? ആംഗിൾ പി ഒ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രിയാണ്. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. സ്ട്രെയിറ്റ് ലൈനാണ്. അതുമാത്രമല്ല നമുക്ക് ഇത് രണ്ട് കോൺഗ്രുവൻ്റ് ആണ്, സമാനമായ ത്രികോണങ്ങളാണെന്ന് കണ്ടെത്തിയതിന് ഇതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഒ ക്യുവും ആംഗിൾ ആർ ഒ ക്യുവും തുല്യമാണ് അല്ലേ, ഈക്വൽ ആണ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ പി ഒ ക്യു പ്ലസ് ആംഗിൾ ആർ ഒ ക്യു ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? രണ്ടും കൂട്ടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആംഗിൾ പി ഒ ആർ കിട്ടും അല്ലേ, ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നും പറഞ്ഞു. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180/2, അതായത് 90 ഡിഗ്രി. പി ഒ ക്യുവും ആർ ഒ ക്യുവും, അതുകൊണ്ട് തന്നെ ആംഗിൾ ആർ ഒ ക്യുവും എന്താണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ആംഗിൾ പി ഒ ക്യുവും ആംഗിൾ ആർ ഒ ക്യുവും എങ്ങനെയാണ് ഉണ്ടായത്? ആറിൽ നിന്നും ക്യൂയിൽ നിന്നും പോയിൻറ്റ്സ്. ആർ ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ, വ്യാസമാണ്. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഇത് ആർ ഒ ക്യു എന്നുള്ള ഒരു ആംഗിൾ കിട്ടുന്നത്, പി ഒ ക്യു എന്ന ആംഗിളും കിട്ടുന്നത്. അത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആംഗിളാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഒ എന്ന പോയിൻറ്റ് ഈ രണ്ട് വൃത്തത്തിലുമാണ് കിടക്കുന്നത് എന്നുള്ളത്. അതായത് ഒ എന്ന പോയിൻറ്റ്, ഒ ഈസ് എ പോയിൻറ്റ് ഓൺ ദി സർക്കിൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഒ വൃത്തത്തിലാണ്. ഏത് രണ്ട് വൃത്തങ്ങളിലും ഈ ഒ എന്ന പോയിൻ്റ് ഉണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി. ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡ് നോക്കാം. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതേപോലെ സർക്കിൾ ഈ പി എസ് ഡയമീറ്ററായി വരുന്ന സർക്കിളും ആർ എസ് ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളും ഈ റൈറ്റ് സൈഡിൽ, ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് സർക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ പി ഒ എസ്, ട്രയാങ്കിൾ പി ഒ എസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ആർ ഒ എസ്. ആർ ഒ എസ് എന്ന് പറയുന്നതും പി ഒ എസ് എന്ന് പറയുന്നത് രണ്ട് ത്രികോണങ്ങൾ സമാനങ്ങളായ ത്രികോണങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ പി ഒ ആർ ഇസ് ഈക്വൽ 180 ഡിഗ്രി നമുക്കറിയാം. പി ഒ ആറിന് നമുക്ക് വേറൊരു തരത്തിൽ എഴുതുകയാണെങ്കിൽ പി ഒ എസ് പ്ലസ് പി ഒ ആർ നമുക്ക് എഴുതാം അല്ലേ. പി ഒ എസ് പ്ലസ് പി ഒ ആർ, ആംഗിൾ പി ഒ ആർ നമുക്ക് എഴുതാം അല്ലേ. ആംഗിൾ പി ഒ എസ് പ്ലസ് ആംഗിൾ പി ഒ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് പി ആർ എന്ന് പറയുന്നത്. ഇനി അതിന് നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു പി ഒ എസ്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ 2 ഇൻറ്റു പി ഒ എസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. പി ഒ എസ് ഈസ് ഈക്വൽ ടു 180/2 കിട്ടും. അതായത്
പി ഒ എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പി ഒ എസ് ഈക്വൽ ടു 90 ഡിഗ്രി, പി ഒ എസ് ഈസ് ഈക്വൽ ടു ആർ ഒ ക്യു ആയതുകൊണ്ട് ഈ പി ഒ എസ് ഈസ് ഈക്വൽ ടു ആർ ഒ എസ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഒ എസും 90 ഡിഗ്രി എന്ന് കിട്ടി, ആർ ഒ എസും 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഈ ആംഗിൾസ് പി ഒ എസും ആർ ഒ എസും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? പി എസ് എന്ന ഡയമീറ്ററിൽ നിന്നും ആർ എസ് എന്ന ഡയമീറ്ററിൽ നിന്നും ഉണ്ടാകുന്ന ആംഗിൾസ് ആണ് ഈ പി ഒ എസും ആർ ഒ എസും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് 90 ഡിഗ്രിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഒ എന്നൊരു പോയിന്റിൽ അത് ജോയിൻ ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒ എന്ന പോയിന്റ് എവിടെയായിരിക്കും? ഒ ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ലേ, പോയിന്റ് ഓൺ ദി സർക്കിൾ. അതായത് ഒ എന്ന ബിന്ദു എന്ന് പറയുന്നത് ഒ എന്ന ബിന്ദു വൃത്തത്തിലാണ് അല്ലേ. ഏത് വൃത്തത്തിലാണ്? ഈ റൈറ്റ് സൈഡിൽ നടക്കുന്ന 2 വൃത്തങ്ങളിലുമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഈ ഒ എന്ന പോയിന്റ് 4 വൃത്തങ്ങളിലുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് എന്ത് പറയാൻ പറ്റും? ഒ എന്ന ബിന്ദു ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഒ എന്ന ബിന്ദു 4 വൃത്തങ്ങൾക്കും പൊതുവായതാണ്, അല്ലെങ്കിൽ ഒ ഈസ് എ കോമൺ പോയിന്റ് ഇൻ ഓൾ 4 സർക്കിൾസ്. 9th question നോക്കുക. എ triangle is drawn by joining a point on a semicircle to the ends of the diameter. Then the semicircles are drawn with the other 2 sides as diameter. Prove that the sum of the areas of the blue and the red crescents in the second picture is equal to the area of the triangle. അപ്പോൾ ഒരു ത്രികോണം വരച്ചിരിക്കുകയാണ്. ഒരു അർദ്ധവൃത്തത്തിലാണ് നമ്മളൊരു ത്രികോണം വരച്ചിട്ടുള്ളത്. അർദ്ധവൃത്തത്തിലെ വ്യാസങ്ങളുടെ 2 അറ്റങ്ങളിൽ നിന്നും ജോയിൻ ചെയ്ത് ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ത്രികോണം വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി പിന്നെന്താ ചെയ്തത്? ഈ ഒരു 2 വശങ്ങൾ അങ്ങനെ ഉണ്ടായ ത്രികോണത്തിൽ നിന്നും 2 വശങ്ങളെയും വ്യാസങ്ങളാക്കി, 2 വശങ്ങളെയും ഡയമീറ്റേഴ്സ് ആവുന്ന രീതിയിൽ വേറെ 2 സർക്കിൾസും കൂടി വരച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ സെക്കൻഡ് പിക്ചറിൽ റെഡ് കളറിലും ബ്ലൂ കളറിലും കാണിക്കുന്നത്. റെഡ് കളറിലത് ഒരു സൈഡിൽ ഡയമീറ്ററാക്കി വരച്ച സെമി സർക്കിളാണ്. ബ്ലൂ കളറിൽ കാണിക്കുന്നത് മറ്റൊരു സൈഡിനെ, ഈ ഉണ്ടായ ട്രയാങ്കിളിലെ മറ്റൊരു സൈഡിനെ ഡയമീറ്ററാക്കി വരച്ച വേറൊരു സെമി സർക്കിളാണ്. ഒക്കെ സെമി സർക്കിൾസാണ്. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിൾ, നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന ആ ഒരു ട്രയാങ്കിളുടെ ഏരിയ, ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ചിത്രത്തിലെ ചന്ദ്രക്കലയുടെ ക്രസൻറ്റിൻ്റെ, റെഡ് ക്രസൻറ്റ് ബ്ലൂ ക്രസൻറ്റ് രണ്ടിൻ്റെയും സമ്മാണ് അല്ലേ. ഈ റെഡ് ക്രസൻറ്റിൻ്റെയും ബ്ലൂ ക്രസൻറ്റിൻ്റെയും പരപ്പളവ് നമ്മൾ കണ്ടെത്തുക. ആ ഒരു പരപ്പളവ് കൂട്ടിയാൽ അതിൻ്റെ തുക എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ വരച്ചുണ്ടാക്കിയ ആ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യത്തെ പിക്ചർ എടുത്ത് നോക്കാം. അപ്പം നമുക്ക് ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ആദ്യം ഉണ്ടായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നെയിം എഴുതി വെക്കാം, ABC. നമുക്ക് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരുപാട് 2 ഫോർമുലാസ് ഉണ്ട്, 2-3 ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഫോർമുല എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ പരപ്പളവ് ഓഫ് എ ട്രയാങ്കിൾ ABC ആണ് ഇപ്പോൾ നമ്മളെടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് എത്രയും നമുക്ക് എഴുതാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഒരു ഫോർമുല നമുക്ക് എടുക്കാം. അതായത് ട്രയാങ്കിൾ ABCയുടെ പരപ്പളവ് അല്ലേ, പരപ്പളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇതിൽ ബേസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. ബേസ് എത്രയാണ്? BC ആണ് അല്ലേ. ഈ BC ബേസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഈ സെമി സർക്കിളിൻ്റെ ഈ ഒരു അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് അല്ലേ, ഇത് ഡയാമീറ്ററാണ്. അപ്പോൾ ഈ ഒരു വൃത്തത്തിൻ്റെ റേഡിയസ് നമ്മൾ R എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ് ദി റേഡിയസ് BR, നമ്മൾ R ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ബേസ് എത്ര കിട്ടും? അപ്പോൾ ട്രയാങ്കിളുടെ ബേസ് ഈസ് ഈക്വൽ ടു 2R അല്ലേ. 2 ഇൻറ്റു റേഡിയസ് അല്ലേ ഡയമീറ്റർ. ഓക്കെ, ഇത്രയും മാത്രം R നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇതുവരെ R ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് റേഡിയസ് അല്ലെങ്കിൽ ആരത്തിൻ്റെ 2 ഇരട്ടിയാണ് നമുക്ക് എന്ത് കിട്ടുക? വ്യാസം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളിലെ ബേസ് 2R ആയിട്ട് നമുക്ക് എടുക്കാം. 2 ഇൻറ്റു R അല്ലേ.
അതേപോലെ തന്നെ ഇനി ഹൈറ്റിന് നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അറിയില്ല ഹൈറ്റ്, അതുകൊണ്ട് നമുക്ക് എച്ച് എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഹൈറ്റിനെ സൂചിപ്പിക്കാൻ എച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ നമുക്ക് സൈഡുകൾ എ ബി എന്ന് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 2r ഇൻറ്റു ഹൈറ്റ് നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് എച്ച് എന്നുള്ളത്. ഓക്കെ, ഇതിൽ 2ഉം 2ഉം കട്ടായി നമുക്ക് r ഇൻറ്റു എച്ച് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. ഇതിന് നമ്മൾ 1 എന്ന് നമ്മളിവിടെ ഇട്ട് വെക്കാം, മാർക്ക് ചെയ്തിട്ട് വെക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ പിക്ചറിൽ ഈ ചോദ്യത്തിൽ തന്ന ആദ്യത്തെ ചിത്രത്തിലെ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ ഒരു അർദ്ധവൃത്തത്തിലെ വ്യാസങ്ങൾ യോജിപ്പിച്ച് വ്യാസങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്കൊരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചുണ്ടാക്കിയ ആ ഒരു ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യുന്ന എഴുതാം? RH എന്നുള്ള ഒരു അതിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുവച്ചു r ഇൻറ്റു എച്ച് ആണ് അല്ലേ, റേഡിയസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഗ്രീൻ കളറ്, ആദ്യത്തെ ചിത്രത്തിലുള്ള ഗ്രീൻ കളർ സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്, അതായത് അർദ്ധവൃത്തത്തിൻ്റെ ഏരിയ ആണ്, പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? പൈ ഇൻറ്റു r² ആണ്. r എന്നത് ആരമാണെങ്കിൽ, റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു r² ആണ് നമ്മുടെ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ അത് അർദ്ധവൃത്തത്തിൻ്റെ ആകുമ്പോഴോ പകുതിയാവും അല്ലേ, πr² പകുതി, അതായത് πr²/2 ആയിരിക്കും ആ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചു, ഇപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഈ അർദ്ധവൃത്തത്തിൽ ഈ ത്രികോണം ഒഴികെയുള്ള ഭാഗത്തെ പരപ്പളവ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ, അതായത് ഈ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ത്രികോണത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി അല്ലേ. ദി ഏരിയ ഓഫ് ദി സെമി സർക്കിൾ മൈനസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി സെമി സർക്കിളിൻ്റെ ഏരിയ എത്ര കണ്ടുപിടിച്ചു? πr²/2. അതിൽ നിന്ന് എത്ര കുറക്കണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരുന്നു? r ഇൻറ്റു എച്ച് ആണ് അല്ലേ. ഇത് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെക്കാം. ഓക്കെ, ഈ ഒരു സാധനത്തിൽ നമ്മൾ 2 എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളത് ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയനാണ്, ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അതായത് ഈ ഒരു വൃത്തത്തിലെ, ഈ ഒരു അർദ്ധവൃത്തത്തിലെ ത്രികോണം ഒഴികെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 2 എന്ന് മാർക്ക് ചെയ്ത്, ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചന്ദ്രക്കലയുടെ അല്ലെങ്കിൽ ഈ ക്രസൻറ്റ്, റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ആ ഒരു ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ട്രയാങ്കിളുടെ ഏരിയക്ക് ഈക്വൽ ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്രസൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം ഈ ബ്ലൂ ആൻഡ് റെഡ് സെമി സർക്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് ഈ നീലയും ചുവപ്പും അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സെമി സർക്കിൾ, സ്മോൾ സെമി സർക്കിൾ, റെഡ് ആൻഡ് ബ്ലൂ സെമി സർക്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നേരത്തെ അതേപോലെ തന്നെ πr²/2 ആണല്ലേ. പക്ഷേ ഇതിൽ റേഡിയസ്, ഇത് ഈ ബ്ലൂവിൻ്റെയും ബീൻ്റെയും റേഡിയസ് എത്രയാണ്? വ്യത്യാസമുണ്ട് അല്ലേ. റേഡിയസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണത്തിന് ഡയാമീറ്റേഴ്സാണ് നമ്മൾ AB എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എത്ര ആയിരിക്കും? റെഡിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും? A/2 ആണ്. ബ്ലൂവിൻ്റെ റേഡിയസ് B/2 ആയിരിക്കും അല്ലേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്, ചുവന്ന ത്രികോണത്തിൻ്റെ ആരം എന്ന് പറയുന്നത് B/2 ആയിരിക്കും. അതേപോലെ തന്നെ ബ്ലൂ കളർ, നീല നിറത്തിലുള്ള അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ്, ആരം എന്ന് പറയുന്നത് A/2 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിന് പരപ്പളവ് എഴുതി അതിൻ്റെ തുക എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടെണ്ണത്തിൻ്റെ പരപ്പളവ് πa/2 the whole square whole divided by 2 plus π into b/2 the whole square all divided by 2. എന്തിനാ by 2 എഴുതുന്നത്? കാരണം അർദ്ധവൃത്തങ്ങളാണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ πr² ചെയ്തിട്ട് അതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ബ്ലൂവിൻ്റെ, ഇത് റെഡ്, ഇത് ബ്ലൂവിൻ്റെ ആണെങ്കിൽ ഇത് റെഡിൻ്റെ ഏരിയ ആണ് കാണിക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് കൂട്ടിയിട്ട് നോക്കാം.
ഇതിൽ നിന്ന് നമുക്ക് π/2 പുറത്തെടുക്കാം അല്ലേ. π/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ വരിക, a² + b²/4 ഇല്ലേ. രണ്ടെണ്ണത്തിലും a²/4ഉം b²/4 ആണ് അല്ലേ. a/2 ഇത് ഹോൾ സ്ക്വയർ ആണ്, അപ്പോൾ a²/2² എന്ന് വരും. 2² 4 ആണ്. അതേപോലെ തന്നെ b²/2², അതായത് b²/4 എന്ന് വരും. അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിനും കോമൺ ഡിനോമിനേറ്റർ ആക്കി നമ്മൾ 4 താഴത്തെഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, കാരണം ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ മെയ്ഡ് ഓൺ എ സെമി സർക്കിൾ. ഈ എ ബി സി എന്ന് പറയുന്നത് മട്ട ത്രികോണമാണ്. കാരണം എന്താണ്, അതൊരു അർദ്ധവൃത്തത്തിലെ വ്യാസങ്ങളെ അറ്റങ്ങൾ കൂട്ടി യോജിപ്പിച്ചുണ്ടായ ഒരു ത്രികോണമാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എ ബി സിയെ ഒരു മട്ട ത്രികോണമാണ് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പൈതഗോറസ് തിയറം പ്രകാരം, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം a² + b² ഷുഡ് ബി ഈക്വൽ ടു BC² അല്ലേ. ബി സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ. a² + b² ഈസ് ഈക്വൽ ടു BC². ബി സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നേരത്തെ അറിയാം. അതായത് നമ്മൾ 2r എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിൽ ലെങ്ത് എത്ര ആയിരിക്കും, 2r ആണ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, a² + b² പകരം a² + b² ഈസ് ഈക്വൽ ടു 2r² ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ a² + b² പകരം 2r² എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു π/2 × 2r²/4. അതായത് π/2 × 2r² എന്ന് പറഞ്ഞാൽ 2² × r² ആണ്. അതായത് 4r²/4. ഇനി ഈ 4ഉം 4ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, π/2 r². ഓക്കെ, ഈ π/2 r² എന്തായിരുന്നു, ഈ ബ്ലൂ കളർ സെമി സർക്കിളിൻ്റെയും റെഡ് കളർ സെമി സർക്കിളിൻ്റെയും ഏരിയാസിൻ്റെ സമ്മാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ക്രസൻറ്റിൻ്റെ ഏരിയ ആണ്. ക്രസൻറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രസൻറ്റ് എങ്ങനെയാണ് വരിക, എ ബി, ഈ ഡയമീറ്റർ കൂട്ടരുത്, ഇത് മാത്രമാണ് ക്രസൻറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഞാൻ അടയാളപ്പെടുത്തുന്ന പോലെയാണ് ക്രസൻറ്റ് വരുന്നത്, ഈ ഒരു ഏരിയ. ഇനി അതേപോലെ തന്നെ റെഡ് ക്രസൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക, സെമി സർക്കിളിൽ നിന്ന് എത്രയും ഭാഗം പോകും, ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ക്രസൻറ്റ് എന്ന് പറയുന്നത്, റെഡ് കളർ ക്രസൻറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രസൻസ് അല്ലെങ്കിൽ ചന്ദ്രക്കലയുടെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്ന് ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സെമി സർക്കിളിൻ്റെ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവിൽ നിന്ന് എന്ത് കുറക്കണം, നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഈ വലിയ ഈ പച്ച നിറത്തിലുള്ള സെമി സർക്കിളിലെ പച്ച നിറത്തിലുള്ള അർദ്ധവൃത്തത്തിൽ ത്രികോണം ഒഴികെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതാണ് ഇത്. നമ്മൾ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 2 കുറക്കുക അല്ലേ. നമ്മളിപ്പോൾ പരപ്പളവ് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ് π/2 r² നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എന്ത് കുറക്കണം, ഈ 2 ഇതും കൂടി കുറക്കണം, ഈ ഒരു ഭാഗം കുറക്കണം. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഈ പർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ ഇതിൽ നിന്ന് കുറച്ചാൽ മതി അല്ലേ. റെഡ് കളറും ബ്ലൂ കളറും സെമി സർക്കിളിൻ്റെ പരപ്പളവുകളിൽ നിന്നും ഈ വയലറ്റ് ഈ പർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്ത ആ ഭാഗം നമ്മൾ കുറക്കണം. ആ ഭാഗം നമ്മൾ 2 എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം മൈനസ് ചെയ്യുമ്പോൾ π/2 r² മൈനസ് π/2 r² മൈനസ് RH എന്ന് വരും അല്ലേ. ഇത് ബ്രാക്കറ്റ് കളയുമ്പോൾ π/2 r² മൈനസ് π/2 r² പ്ലസ് RH എന്ന് വരും. ഓക്കെ, π/2 r² മൈനസ് π/2 r² എത്ര, 0 പ്ലസ് RH വിച്ച് ഈസ് ഈക്വൽ ടു RH. ഇതിപ്പോൾ എന്താണ്, ഈ RH എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ചന്ദ്രകലകളുടെ അല്ലെങ്കിൽ ഈ ക്രസൻറ്റ് റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് RH എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ എഴുതിയത് നോക്കാം, നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ RH എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയയും നമുക്ക് എന്താണ് കിട്ടിയത്, RH ആണ്. R × H ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു RH. ഓൾറെഡി നമ്മളത് ഇക്വേഷൻ 1 എന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഏരിയ ഓഫ് ദി ക്രസൻസ് ഈസ് ഈക്വൽ ടു RH. ദാറ്റ് മീൻസ് ത്രികോണത്തിൻ്റെ പരപ്പളവും ചന്ദ്രക്കലകളുടെ പരപ്പളവും തുല്യമാണ് എന്നുള്ളതാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്തത്.